ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സബന്യാസ് വ്ളോഗ്. നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡാണ്. കാസർഗോഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഏതൊരു സഞ്ചാരിയുടെയും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഒരു സ്ഥലമുണ്ട്. അതാണ് നമ്മളിന്ന് കാണാൻ പോകുന്ന ബേക്കൽ കോട്ട. കേരളത്തിലെ ഏറ്റവും വലുതും ഏറ്റവും നന്നായി സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളതുമായ കോട്ടകളിൽ ഒന്നാണിത്. വാട്ടർ തീം പാർക്കുകളും ബീച്ചുകളും ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. പക്ഷേ ചരിത്രവും പ്രകൃതി ഭംഗിയും ഒരുപോലെ ഒത്തുചേരുന്ന ഈ കോട്ടയുടെ അനുഭവം ഒന്ന് വേറെ തന്നെയാണ്. കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കര എന്ന ഗ്രാമത്തിലാണ് അറബിക്കടലിനോട് ചേർന്ന് ഈ ചരിത്രവിസ്മയം നിലകൊള്ളുന്നത്. കാസർഗോഡ് ജില്ലയിലെ രണ്ട് പ്രധാന ടൗണുകളായ കാസർഗോഡ് ടൗണിനും കാഞ്ഞങ്ങാടിനും കൃത്യം നടുവിലാണ് ഈ കോട്ടയുള്ളത്. അതുകൊണ്ട് രണ്ട് ഭാഗത്തു നിന്നും ഇവിടേക്ക് വരാൻ വളരെ എളുപ്പമാണ്. ജൂൺ മാസത്തിലെ മനോഹരമായ ഈ വൈകുന്നേരം നമ്മൾ എത്തി നിൽക്കുന്നത് കോട്ടയുടെ തൊട്ടടുത്താണ്. ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ആദ്യം നമുക്ക് ടിക്കറ്റ് എടുക്കണം. വെറും 25 രൂപയാണ് ഒരാൾക്ക് എൻട്രി ഫീ വരുന്നത്. കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുൻപ് പുറത്ത് മയിൽ നിൽക്കുന്നത് കാണാം. മഴ പെയ്ത് തോർന്ന ഈ സമയത്ത് മയിൽ നടന്നു നീങ്ങുന്ന കാഴ്ച ശരിക്കും അതിശയകരമാണ്. ബേക്കൽ കോട്ട നമുക്ക് തന്ന ആദ്യത്തെ ഒരു സർപ്രൈസ് ഗിഫ്റ്റാണിത്. അങ്ങനെ മയിലിൻ്റെ ആ മനോഹരമായ കാഴ്ചയും കണ്ട് നമുക്ക് ബേക്കൽ കോട്ടയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. ഏകദേശം 400 വർഷത്തെയെങ്കിലും പഴക്കമുണ്ട് ഈ കോട്ടയ്ക്ക്. 17-ാം നൂറ്റാണ്ടിൽ ശിവപ്പ നായ്ക്കനാണ് ഇത് നിർമ്മിച്ചതെന്നാണ് ചരിത്രം പറയുന്നത്. പിന്നീട് ഇത് മൈസൂർ സുൽത്താൻമാരായ ഹൈദരാലിയുടെയും ടിപ്പു സുൽത്താൻ്റെയും അതിനുശേഷം ബ്രിട്ടീഷുകാരുടെയും കൈകളിലെത്തി. ഈ കാണുന്ന കൂറ്റൻ ചെങ്കൽ മതിലുകൾ വെറുമൊരു ഭംഗിക്ക് ഉണ്ടാക്കിയതല്ല, ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി തന്ത്രപരമായി നിർമ്മിച്ചതാണ്. അകത്തേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ ആദ്യം ഇവിടെ കാണുന്നത് ചരിത്രമുറങ്ങുന്ന ഒരു ചെറിയ അമ്പലമാണ്. ഇതാണ് പ്രശസ്തമായ ശ്രീ മുഖ്യപ്രാണ ആഞ്ജനേയ ക്ഷേത്രം അഥവാ ഹനുമാൻ സ്വാമി ക്ഷേത്രം. കോട്ട നിർമ്മിച്ച അതേ കാലത്താണ് ഈ ക്ഷേത്രവും ഇവിടെ പണിതുയർത്തിയത്. കോട്ട കാക്കുന്ന സൈനികർക്ക് യുദ്ധത്തിന് പോകുമ്പോൾ വലിയ ധൈര്യവും സംരക്ഷണവും നൽകാൻ വേണ്ടിയാണ് ശക്തിയുടെ പ്രതീകമായ ആഞ്ജനേയ സ്വാമിയെ ഇവിടെ പ്രതിഷ്ഠിച്ചത്. പിന്നീട് ടിപ്പു സുൽത്താൻ്റെ പടയോട്ടക്കാലത്ത് മലബാറിലെ പല സ്ഥലങ്ങൾക്കും നാശനഷ്ടങ്ങൾ ഉണ്ടായപ്പോഴും ടിപ്പു തൻ്റെ സൈനിക കേന്ദ്രമാക്കി മാറ്റിയ ഈ കോട്ടയ്ക്കുള്ളിലെ ഹനുമാൻ ക്ഷേത്രം കേടുപാടുകൾ കൂടാതെ സംരക്ഷിക്കപ്പെട്ടു എന്നത് ചരിത്രത്തിലെ വലിയൊരു പ്രത്യേകതയാണ്. ഈ മുഖ്യപ്രാണ ആഞ്ജനേയ സ്വാമിയുടെ അനുഗ്രഹവും വാങ്ങി നമുക്ക് ഇനി നേരെ കോട്ടയുടെ മുകളിലേക്ക് പോകാം.
ബേക്കൽ കോട്ടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകളിലൊന്നായ ഒബ്സർവേഷൻ ടവർ അഥവാ നിരീക്ഷണ ഗോപുരം. ഈ കോട്ട കൊട്ടാര സുഖങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചതല്ല, ശത്രുക്കളെ പ്രതിരോധിക്കാനുള്ള ഒരു പക്കാ മിലിട്ടറി താവളമായിരുന്നു. 17-ാം നൂറ്റാണ്ടിൽ ശിവപ്പ നായിക്കൻ ഇത് പണിതെങ്കിലും പിന്നീട് ഇത് കൈക്കലാക്കിയ ടിപ്പു സുൽത്താനാണ് ഈ ഒബ്സർവേഷൻ ടവറിനെ ഒരു പ്രധാന തന്ത്രപ്രധാന കേന്ദ്രമാക്കി മാറ്റിയത്. ഈ ടവറിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ കടലിൻ്റെ വളരെ ദൂരെയുള്ള കാഴ്ച വരെ കൃത്യമായി കാണാം. പണ്ട് ഫ്രഞ്ചുകാരുടെയും ബ്രിട്ടീഷുകാരുടെയും കപ്പലുകൾ കടൽമാർഗം ആക്രമിക്കാൻ വരുന്നുണ്ടോ എന്ന് ദൂരെ നിന്ന് തന്നെ നിരീക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ഗോപുരം നിർമ്മിച്ചത്. ജൂൺ മാസത്തിലെ ഈ മഴ സമയത്ത് വന്നതുകൊണ്ട് കോട്ടപ്പറമ്പ് മുഴുവൻ ഒരു പച്ച കരടി പുതപ്പിച്ചതുപോലെയാണ് ഇരിക്കുന്നത്. വേനൽക്കാലത്ത് ഇവിടെ വരുമ്പോൾ ഈ പുല്ലുകളെല്ലാം ഉണങ്ങി ചെങ്കലുകളെല്ലാം ചൂടുപിടിച്ച് ഒരു തരം വരണ്ട അന്തരീക്ഷമായിരിക്കും. പലരും വിചാരിക്കുന്നത് ഇതൊരു യുദ്ധക്കോട്ട മാത്രമാണെന്നാണ്. എന്നാൽ ഇതിനുള്ളിൽ പണ്ട് ഒരു വലിയ തുരങ്കം ഉണ്ടായിരുന്നു. ശത്രുക്കൾ കോട്ട വളയുന്ന സമയത്ത് രാജാവിനും സൈന്യത്തിനും രഹസ്യമായി രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ തുരങ്കം നിർമ്മിച്ചത്.
അതുപോലെ തന്നെ കോട്ടയ്ക്കുള്ളിൽ വെടിക്കോപ്പുകളും പീരങ്കി ഉണ്ടകളും സൂക്ഷിച്ചിരുന്ന പ്രത്യേക അറകളും തടവുകാരെ പാർപ്പിച്ചിരുന്ന ഭൂഗർഭ അറകളും ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന ഈ ശാന്തതയും ഈ മനോഹരമായ പച്ചപ്പുമൊക്കെ പണ്ട് ഒരുപാട് ചോര ചീന്തിയ യുദ്ധങ്ങളുടെയും പടയോട്ടങ്ങളുടെയും മുകളിലാണ് നിൽക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ അത്ഭുതം തോന്നും. ഇവിടുത്തെ കടലിനോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ പണ്ട് വലിയ കപ്പലുകൾ വന്ന് അടുത്തിരുന്നു. മലബാറിലെ സുഗന്ധവ്യഞ്ജനങ്ങളും മറ്റു സാധനങ്ങളും വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാനുള്ള ഒരു പ്രധാന തുറമുഖം കൂടിയായിരുന്നു ഈ പ്രദേശം. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായും സൈനികമായും ഈ കോട്ട അക്കാലത്ത് ഒരു വലിയ ശക്തിയായിരുന്നു. ബേക്കൽ കോട്ടയുടെ മതിലുകളിൽ വ്യത്യസ്ത ഉയരങ്ങളിലായി ഇത്തരം ദ്വാരങ്ങൾ കാണാം. ഏറ്റവും മുകളിലുള്ള ദ്വാരങ്ങൾ ദൂരെയുള്ള ശത്രുക്കളെ ലക്ഷ്യം വയ്ക്കാനും മധ്യത്തിലുള്ളവ അല്പം കൂടി അടുത്തുള്ളവർക്ക് നേരെയും ഏറ്റവും താഴെയുള്ളവ കോട്ടമതിലിനോട് തൊട്ടടുത്ത് എത്തിയ ശത്രുക്കളെ പ്രതിരോധിക്കാനും വേണ്ടിയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്.
കോട്ട മാത്രമല്ല, ചരിത്രവും പ്രകൃതിയും ഒരുപോലെ കൈകോർത്ത് നിൽക്കുന്ന കാസർഗോഡിൻ്റെ സ്വന്തം ബേക്കൽ കോട്ടയാണ്. നമ്മൾ കണ്ട ആ പഴയ വെടിയുണ്ട ഉതിർത്ത ദ്വാരങ്ങളും അധിനിവേശത്തിൻ്റെ കഥകൾ പറയുന്ന ചെങ്കൽ മതിലുകളും കടന്ന് ഒടുവിൽ ഈ മുകളിൽ എത്തി നിൽക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ, അത് വാക്കുകൾക്കപ്പുറമാണ്. താഴെ ആഞ്ഞടിക്കുന്ന അറബിക്കടലിൻ്റെ നീലിമയും കോട്ടത്തളങ്ങളിലെ ഈ പച്ചപ്പും മുഖത്തടിക്കുന്ന തണുത്ത കാറ്റും മനസ്സിന് തരുന്നൊരു ശാന്തതയുണ്ട്. നിങ്ങൾ കാസർഗോഡേക്ക് വരുന്നുണ്ടെങ്കിൽ ചരിത്രത്തിൻ്റെ ഈ വന്യ സൗന്ദര്യം നേരിട്ടറിയാൻ ബേക്കൽ കോട്ടയിലേക്ക് തീർച്ചയായും വരണം. അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബേക്കൽ കോട്ടയുടെ ഈ മനോഹരമായ ദൃശ്യത്തോടെ നമ്മൾ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു പുതിയ സ്ഥലവും പുതിയ കാഴ്ചകളുമായി വീണ്ടും വരുമ്പോഴേക്കും ബൈ ഫ്രം സബന്യാസ് വ്ളോഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്.